ഹലോ നമ്മൾ ഇന്ന് തായ്ഫിലോട്ട് പോവുകയാണ്. പോലീസുകാരെ കാണുമ്പോൾ ചെറിയൊരു പള്ളിക്കാഴ്ച. എല്ലാവർക്കും ഈദ് മുബാറക്ക്. നമ്മൾ ഈദിന് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടുക്കാന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റൂല, എന്താണെന്നൊരു ഐഡിയ ഇല്ല. നമ്മളങ്ങനെ പോവുകയാണ്. നമ്മളൊരു ചങ്ങായി ഉണ്ട്, ഞാനും ഉണ്ട്, വേറെ ആരുമില്ല. പെരും വെയിലാണ്. അപ്പോൾ ഒരു ട്രൗസർ എടുത്താണ് ഇങ്ങനെ മറച്ച് വെച്ചേക്കാണ്, കാരണം പെരും വെയിലാണ്. ഈ റോഡ് കാണുകയെന്ന് വെച്ചാൽ തായ്ഫിക്ക് പോകുന്ന റോഡാണ്, വേറെ റോഡാണ് നമ്മൾ പോകുന്നത്. പക്ഷെ മക്കത്തൂടെ ഇപ്പോൾ പോക്കിടക്കൂല. അപ്പോൾ എന്താട്ടി നമ്മൾ തായ്ഫ് കൂടെ ഉള്ള പുതിയ റോഡിന് പോയി. പാട്ട് ഇത്രയും നേരം പാടിന്, പാട്ട് പോയല്ലോ. പിന്നെ നമ്മൾ പോകുമ്പോൾ പറയാനുള്ളത്, ഇവനും പിന്നെ ഈ ഞാനുമാണ് പോണത്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൽ എത്ര ചാർജ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ദൂരം നമ്മൾ പോവും, അല്ല വീഡിയോ ഉണ്ടാവും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ വീഡിയോ ഉണ്ടാവില്ല. നമ്മൾ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, മൈക്കൊരു ദമ്മിൽ സെറ്റാക്കിയാണ്. അപ്പം ഡെസ്റ്റിനേഷൻ ഇല്ലാണ്ടാണ് നമ്മൾ പോണത്. മാപ്പിൽ ലൊക്കേഷനൊക്കെ ഉണ്ട്. പിന്നെ പെരുന്നാളായതുകൊണ്ട് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് പ്ലാന് കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ പോവുകയാണ്. ഈ റോഡിന് വരുമ്പോൾ റേഞ്ച് കാര്യങ്ങളൊന്നുമില്ല, ക്രൗഡ് ഇല്ലാത്തൊരു റോഡാണ്. ഒന്നാമത് പ്രശ്നം, നമുക്ക് മക്കത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ടാവും ഈ കാരല്ലേ, കരുതുക കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ആൾമോസ്റ്റ് 350. മലയാളത്തിൽ പറഞ്ഞാൽ മതി കള്ളപ്പന്നി. എടാ 350 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അവിടെ 350 കിലോമീറ്റർ ആയിട്ട് നമ്മൾ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ബൈക്ക് ഫുള്ള് പോലീസുകാരെ കാണുമ്പോൾ ചെറിയൊരു പള്ളിക്കാഴ്ച ഉണ്ട്. ചെറിയ പള്ളിക്കാഴ്ച ഉണ്ട്. നമുക്ക് എവിടുന്നാണ് തിരിച്ചു വിടുക പറയാൻ പറ്റില്ല. മക്കത്ത് നമ്മളെ എന്താ ഹജ്ജിന്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് മക്കയിലൂടെ പോകാൻ പറ്റില്ല. 2 പ്രാവശ്യം മക്ക പോയാലുള്ള ഓട്ടം. 2 പ്രാവശ്യം മക്കത്ത് പോയാലും ഒരു ഓട്ടം നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഡെസ്റ്റിനേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എണ്ണ അടിക്കാതെ കായില്ലാതാകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പോരാന്നുള്ള പ്ലാനാണ് ഉള്ളത്, ഇത്രയും നേരമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് നജൂം, എന്താണ് ലൊക്കേഷൻ്റെ പേര്? നജൂം. അങ്ങനെ ഒരു ലൊക്കേഷനിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വേറെ ആരും ഇല്ല നമ്മളെ കൂട്ടത്തിൽ. നമ്മൾ നല്ല സൈറ്റാണ് ഏരിയ. ഇതൊരു സിംഗിൾ പാസഞ്ചർ ആയതുകൊണ്ട് ഓനെ ഒറ്റക്ക് പോകണമെന്നുള്ളൊരു മൈൻഡ് ആയതുകൊണ്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ പെരുന്നാളാണ്, പെരുന്നാൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാ നിസ്കരിച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ പിടിച്ചു തായ്ഫ് റോഡിനാണ് പിടിക്കുന്നത്. ചിലപ്പോൾ തായ്ഫിലെത്തന്നെ എത്തുള്ളൂ കേട്ടോ, വേറെ ഇങ്ങോട്ട് പോവില്ല. അപ്പോൾ സാധാ പോണ റോഡ് ക്ലോസ് ആണ്, അവിടെ ഫുൾ ചെക്കിങ്. അവിടെ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സ്പേസ് കഴിഞ്ഞിട്ടൊന്നുമില്ല, സ്പേസ് ഒക്കെ ഉണ്ട്. വണ്ടി ചാടി എടുത്തുന്നോ? അതെ. ഇപ്പോൾ വണ്ടി ഒരു അമ്പ് ചാടിയപ്പോൾ ഫോണാണ് ഓഫായി. എന്താ അവസ്ഥ, രാജാതി അമ്പാണ്. മിക്കവാറും പണി പാടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയൊരു മിനി വ്ളോഗായിട്ട് ചെയ്യാണ്. വലിയ വീഡിയോ ഒന്നും ഉണ്ടാവില്ല, ചെറുതായിട്ട് വ്ളോഗ് തുടങ്ങി. അപ്പോൾ ഇവന് ക്യാമറ പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇടയിൽ നമ്മൾ സംസാരിപ്പിക്കാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഓടി ലാസ്റ്റ് തായ്ഫെത്തി. ഏതാ റോഡാ കേട്ടോ, ഒരു ഐഡിയ ഇല്ലാത്ത റോഡിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ തായ്ഫിക്കാനെത്തി ലാസ്റ്റ്. അപ്പം തായ്ഫിൽ നമ്മൾ ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ടുണ്ട്. ഇങ്ങനെ സൈഡാക്കിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മളതിലിങ്ങനെ കറങ്ങാൻ പോകും. നല്ല തണുപ്പൊന്നും ഇല്ല കേട്ടോ, ജിദ്ദയിലേറെ തണുപ്പ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വരും ചൂടാണ്, ആ ചൂടൊന്നും മാറിയാൽ തന്നെയാണ്. ഒരു പെരുന്നാൾ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് നീങ്ങി, ഇനി എങ്ങോട്ടാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ സ്റ്റേഡിയം, തായ്ഫിൽ സ്റ്റേഡിയമിൽ നമ്മൾ സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അടിപൊളി സ്പോട്ട്. അവിടെ ഒരു പള്ളിയുണ്ട്, നമ്മൾ പാർക്ക് ചെയ്ത്. ഇതാണ് നമ്മൾ സ്റ്റേഡിയം പോണ ഹോട്ടൽ. എന്തിപ്പോൾ ചെയ്യുക, വേറെ എന്തെങ്കിലും പരിപാടി പിടിക്കണം മിക്കവാറും. അതൊരു നൈസ് വ്യൂ ഉണ്ട് കേട്ടോ.
വ്യൂ ഉണ്ട്, കാണിച്ചതാ. മറ്റേ എന്തൊരു പേര് നമ്മുടെ നാട്ടിലെ പൂവാണെന്ന്. നൈസ് വ്യൂ ഉള്ള ഏരിയ കേട്ടോ, അടിപൊളി ഏരിയ. പറയൂ, എന്താണ് വ്യൂവിനെ പറ്റി പറയാനുള്ളത്? അടിപൊളി സ്ഥലം, നല്ല ക്ലൈമറ്റ് തണുപ്പ് കമ്മിയാണ്, വേറെ വിഷയമൊന്നുമില്ല. പക്ഷെ നമുക്ക് നല്ലൊരു വ്യൂ ഉള്ള സ്പോട്ടിലാണ് നമുക്ക് സ്റ്റേ സെറ്റായത്. അപ്പോൾ ഗൈസ്, നമ്മൾ വ്ളോഗ് ഒന്ന് ഒതുക്കിയാണ്ട് പോവാട്ടോ. അല്ല, കാറ്റടിക്കും, നല്ല കാറ്റുണ്ട് കേട്ടോ തായ്ഫിൽ പെരുന്നാളിൻ്റെ സീസൺ ആകുമ്പോൾ. ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. രസമുണ്ട് കേട്ടോ, രസമുണ്ട്. നമ്മൾ പുറത്തൊന്ന് ജസ്റ്റ് തായ്ഫിലൂടെ ഇറങ്ങിയിട്ട് ഫുഡ് അടിക്കാലോ. അവിടെ എന്താ കഴിക്കുക? ഇവൻ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ പാട്ട് നിർബന്ധമാണ്. ഏതാ പാട്ടിട്ടാണ്? ഇതിൽ പാട്ടില്ലാണ്ട് ഇപ്പൊ വണ്ടി എടുക്കൂല. അതൊക്കെയാണ് അവസ്ഥകൾ ഇപ്പോൾ. ഇങ്ങനെ കാണുമ്പോൾ കുറച്ചുകൂടി, മറ്റേ ഞാൻ വൈഡിലിടുമ്പോൾ കുറച്ച് നല്ല സൂം ഔട്ട് ചെയ്യണല്ലോ കാണുന്നത്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി സ്ഥലമായിട്ട് കാണുന്നുണ്ട് അല്ലേ? ഇതിപ്പോൾ ഞാൻ എങ്ങനെ കാണുന്ന അറിയോ? നേരെ ഓപ്പോസിറ്റ് മിറർക്ക് നോക്കിയാണ്ട് പോയി സംസാരിക്കണം. അപ്പോൾ കറക്റ്റ് എൻ്റെ ഫേസ് എങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ തായ്ഫിലൂടെ ഇങ്ങനെ കറങ്ങുമ്പോൾ മെയിനായിട്ട് സംഭവിക്കാൻ പോണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങുക, ഫുഡ് അടിക്കുക, അത്രേനെ ഉള്ളൂ ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ കാണാൻ പോകുന്ന സ്ഥലങ്ങളുണ്ട് നോട്ടെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ വേറെ എന്തെങ്കിലും വൈബ് പിടിക്കും. അപ്പോൾ നമ്മളെ ഈദ് ഡേൻ്റെ ഒരു വ്ളോഗ്, മിനി വ്ളോഗാണിത്. മെയിൻ കിങ് ആണെന്ന് അറിയപ്പെടുന്ന ഫാദിൽ ഒരു വട്ടം ഒരു വണ്ടി എനിക്ക് ഓടിച്ചാൽ തന്നില്ല. അതൊക്കെ മെയിനായിട്ട് പറയാനുള്ള കാര്യമാണ്. ഓരോ വണ്ടി ഓടിക്കണത് ഒരു കൈവശം കൊടുത്തിട്ടാണല്ലോ അല്ലേ? കൈവശം കൊടുത്ത ആളാണ്. അപ്പം നമ്മൾ പോയാണ്ട് നല്ല അൽബയൊക്കെ അടിക്കാന്നുള്ള പ്ലാൻ. അപ്പോൾ ഈദ് മുബാറക്ക് അങ്ങനെ കഴിഞ്ഞു. പിന്നെ പറയാനുള്ളതേ, തായ്ഫില് രാത്രി ആയപ്പോൾ ചെറിയ തണുപ്പുണ്ട് കേട്ടോ. അവിടത്തിലേറെ കുറച്ച് തണുപ്പുണ്ട്. പിന്നെ നമ്മൾ കുറേ വട്ടം തായ്ഫിക്ക് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മളിവിടെ സ്റ്റേ അടിച്ചാണ് തായ്ഫ് എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാൻ. നമ്മൾ ഒരു പ്രത്യേകത ഇവിടെ കണ്ടെന്ന് അറിയാം. സൗദി അറേബ്യയിൽ ഏകദേശം റെസ്റ്റോറൻ്റ് ആയാലും ശീശക്കട ആയാലും എല്ലായിടത്തും ഇത് പ്ലേ ചെയ്തുകൊണ്ട് ഫുട്ബോൾ നോക്കിയാൽ നല്ലൊരു ആംബിയൻസിൽ സ്പോട്ട്. 2 സ്ക്രീൻ, അവിടെ ഒരു ടീം ഫുൾ സെറ്റ് കേട്ടോ. അവിടെ ഫുൾ വൈബ് ടീമാണ്. പിന്നെ എങ്ങനെയാണ് ശരിയാവുക? നമുക്ക് അവിടെ സീറ്റ് കിട്ടുമോ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കേണ്ടി വന്നു. ഇത് കളി കാണുന്നുണ്ട് ഇല്ല? അതിൽ കളിക്കുന്ന ടീം ഏതാ? അല്ലാസറോ ഏതൊക്കെ ടീം അതിൽ കളി? ഖത്തറും ബഹ്റൈനുമാണല്ലോ ടീം. നിങ്ങൾ പറയട്ടെ ഏതാ ടീം? ഇങ്ങനെ ഒരു കളിനെ പറ്റിയൊരു ധാരണയില്ലാത്തൊരു ടീമിനെയുള്ള നമുക്ക് ബാഴ്സലോണയും അത് അറബിയിലെത്തിക്കുന്നത് ഏതാ നോക്കണം. വേറെ ഏതാ ടീമാണ്? ബാഴ്സലോണ കണ്ടിട്ടാണ് ഇവര് ഖത്തറാക്കിയത്. അപ്പോൾ അവിടുന്ന് കിട്ടിയ നമുക്ക് കാഴ്ചയാണ് ഫുട്ബോൾ കളിയും ഫുഡും ഇരുത്തല്ല കടത്തം തന്നെ ആയിക്കണല്ലേ മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. അങ്ങോട്ട് കാണുന്നുണ്ടോ? ശരിക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ പൊളിക്കിട്ടോ. കാരണം ബാഴ്സലോണയുടെ കളി കാണുക, എന്നിട്ട് ഫുഡ് അടിക്കുക. ഒരു ഹെവി റെസ്റ്റോറൻ്റാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ മെയിനായിട്ട് പറ്റിയത് ഫുള്ള് പച്ചപ്പ് സാധനങ്ങൾ കാണിച്ചു കൊടുത്താൽ നോക്കിയാൽ. നമ്മളെ ക്യാമറമാൻ വേറെ രക്ഷയില്ല കേട്ടോ. ഒരു അടിപൊളി ക്യാമറമാനെ നമുക്ക് കിട്ടിയിരിക്കണ്. എന്താണ് ഒരു ഷോട്ട് എന്നൊക്കെ നമുക്ക് വീഡിയോ കാണുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ തായ്ഫിന്ന് ഫസ്റ്റ് ദിവസം ഇങ്ങനെയൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരികയാണ്. ഓക്കെ, ഇത് നമ്മുടെ എക്സ്പ്ലോറേഷൻ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടോ. നമ്മൾക്ക് ഫുഡിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഫാദിലിനെ ക്ഷണിക്കുന്നു. ഇതെന്താ അവസ്ഥ? ഇതെന്താ സംഭവം? ഇത് സ്വിംസ്, ഗംബരി, ചെമ്മീൻ. ആ എന്നിട്ട് അടിപൊളി കുഴപ്പമില്ല. സാധാരണ ഇപ്പോൾ പാളല
ഇതേപോലെ എന്തെങ്കിലും കാണുമ്പോൾ ഓർഡർ ചെയ്യും. ഒക്കെ പാളി പോയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല. പല സ്ഥലങ്ങളിൽ പോയാണ് പലത് കഴിച്ചുകൊണ്ട് പാളിക്കണം എന്നാണ് അവൻ പറഞ്ഞു വരുന്നത്. ഇന്നത്തത് കഴിച്ചിലായിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ഹോട്ടലിൽ പോകാന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോവാണ് നമ്മൾ കഴിക്കാത്ത സാധനം ഓർഡർ ചെയ്യാം. ഇതാണ് ഇതിപ്പോൾ എന്താ ഓർഡർ ചെയ്ത് റൈസ് ഇത് കാര്യമാണ്. ഇത് നമുക്ക് എല്ലായിടത്തും കിട്ടണല്ലേ. എല്ലായിടത്തും കിട്ടണത് സ്പെഷ്യൽ എന്താ ചോദിച്ചിട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ ചിലത് പാളും. ഇത് പാളിക്കണം. 70% പാളും. ഇത് പാളില്ല. ഇത് പാളിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇത് പാളിക്കണമെന്നുണ്ട്. ചീസ് പിന്നെ ക്രീം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി. അതിലേ ഒന്ന് വാടാ ബാ ഇറങ്ങണോ? ആ ഇറങ്ങി ബാ 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 വാ ജൂരി ഇറങ്ങിയിട്ട് വാ. ഈ ചെങ്ങായി ഇറങ്ങില്ല കേട്ടോ. ഞാൻ കുറേ പറഞ്ഞു ഇറങ്ങണ്ടേ. ഒന്ന് വാവേ. തായ്ഫിൽ എന്താണ് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? തായ്ഫിൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. ഗായ്സ് എടുക്കണ്ടേ? ഹലോ ഈ ചെങ്ങായി വാവേ. അപ്പോൾ ഗായ്സ് നമ്മൾ തായ്ഫിലെ പാർക്കുകളിലൂടെ നടക്കുകയാണ്. നമ്മളിതിന് മുന്നേ ഒരു ലൊക്കേഷനിൽ പോയി. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോൾ എന്താട്ടി, ഇതിന് മുന്നേ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ പോയപ്പോൾ എന്താണ് അവിടെ ഇരിക്കുക കുറച്ച് നേരം. പോയപ്പോൾ അവിടുന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ട്. സത്യം അതാണ് അവസ്ഥ. അപ്പം അവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ എനിക്ക് തോന്നിയത് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടല്ലോ. അപ്പോൾ നമ്മൾ പിന്നെയും തുടങ്ങി. പക്ഷെ നേരത്തെ പോയത് ഒരു അടിപൊളി ലൊക്കേഷൻ, അവിടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നടു റോട്ടിലുള്ളൊരു പാർക്കിൽ. നട്ടപ്പാതിരാക്ക് ഉറക്കുമില്ല. അന്തം വിട്ട അങ്ങനെ കണ്ണും മോറൊക്കെ നോക്കിയാൽ കണ്ണും മോറൊക്കെ ഫുള്ള് പോയി. ഇപ്പം നമ്മൾ നട്ടപ്പാതിരാക്ക് ഒരു പാർക്കിൽ ഇവിടെ തന്നെ ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ച് ഭായിമാരുണ്ട്, കുറച്ച് സൗദിയിലുണ്ട്. സൗദിയിലെ കാണിച്ചു കൊടുത്താൽ ഇതൊക്കെ പിന്നെ ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇജ് വൈഡിലെടുക്കണേ അതിലൊരു വിഷയമല്ല. മതി കറക്റ്റ് മൈക്കണ്ടാണ്, കറക്റ്റ് കേൾക്കുന്നുണ്ടാവും. അപ്പം നട്ടപ്പാതിരൊക്കെ നമ്മൾ തായ്ഫിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഇനി അടുത്ത ലൊക്കേഷൻ തിരഞ്ഞിപ്പോൾ നടക്കുകയാണ്. ലൊക്കേഷനൊന്നും ഇല്ല. ഇവിടെ ഒരു വെള്ളച്ചാട്ടം തന്നെ തോന്നുന്നു. ആ വെള്ളച്ചാട്ടമൊക്കെ പോയി. സീനില്ലേ പറയേ. ഇതെന്താ സംഭവം? ആ അതിങ്ങനെ ലോക്കൊക്കെ അതൊന്നും മൈക്ക് എന്താണല്ലോ അത് കുത്തണ്ട, കൈ പിടിച്ചു വേണ്ടിരും. ഇജ് പറയുന്ന ഇവിടെ കേൾക്കും. ഇത് പറ്റ തൊള്ളയിൽ അണ്ണാക്കി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇനി പറയാം കേൾക്കണ്ട് കറക്റ്റ് മൈക്ക് എന്തിനാ? കാര്യങ്ങൾ പറയണേ. കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാല് മിനി വ്ളോഗ് തുടങ്ങാൻ വേണ്ടി നമ്മൾ ഇരുന്നപ്പോ മൈക്ക് അവിടെയുള്ളത് കേൾക്കില്ല. മൈക്കിൽ കാര്യങ്ങൾ എന്താ വെച്ചാല് നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കണം. എന്തായാലും ഉറക്കില്ല. ഞാൻ പറയും ഒഴിവാക്ക്. രണ്ടാമതെടുക്ക്. ടേക്ക്. തായ്ഫിലെ ഈ തണുപ്പത്തുള്ള കാഴ്ചകളാണ്. അടിപൊളിയാണ്. അത്യാവശ്യം പോർഷ് ഏരിയ ഉണ്ട്, എന്നാൽ ചേരിയുണ്ട്, രണ്ടുമുണ്ട്. അടിപൊളിയാണ് ഈ ടൈമിൽ ഇങ്ങനെ വന്ന്. പക്ഷെ നമ്മൾ സ്റ്റേ അടിച്ചില്ല അല്ലേ. നമ്മൾ വീക്കിലി വരുന്ന സ്ഥലമാണ്. പക്ഷേ സ്റ്റേ അടിച്ചത് ഇപ്പോഴാണ്. സ്റ്റേ അടിച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ നേരെ അൽബഹ പിടിക്കും. അത് വേണ്ട. ഇൻ്റെ സാധനം ഇട്ടിരുന്നിട്ടോ അതൊക്കെ ബോറാണ്. എടാ അത് വലിച്ചെടുക്കുക. മൈക്ക ചാടിച്ച് എന്നാ അടുത്ത അൽബഹിൻ മാങ്ങാത്തോലിയൊന്നുമില്ല. നേരെ നാട് പിടിക്കണം. പിന്നെ നമ്മൾ പറയാനുള്ളത്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പോവുകയാണ്, നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. ഇനി ഉറങ്ങുന്നതാണ് നല്ലത് തോന്നുന്നുണ്ട്.